നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൽഹി സ്ഫോടനത്തിന് പദ്ധതിയിട്ട് മാളത്തിലൊളിച്ച ഉക്കാസയെ തൂക്കിയെടുത്ത് NIA. വൈറ്റ് കോളർ ടെററിസ്റ്റുകൾക്ക് സ്ഫോടനത്തിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി കൊടുത്ത ഉക്കാസ ഒരു ഗ്രൂപ്പാണോ അതോ ഒരു വ്യക്തിയാണോ എന്ന സംശയം ശക്തമായിരുന്നു. ഉക്കാസയുടെ അടിവേര് വരെ മാന്തി പൊളിച്ച് തുർക്കിയിലേക്ക് വിദേശ ഏജൻസികളുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഉക്കാസയെ ഇപ്പോൾ തൂക്കിയിരിക്കുന്നത്. ഉക്കാസ ഒരു കൊടും ഭീകരനാണ്. കർണാടക സ്വദേശി മുഹമ്മദ് ഷാഹിദ് ഫൈസൽ എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. വൈറ്റ് കോളർ ഭീകര മൊഡ്യൂളിനെ വിദേശത്തു നിന്നും നിയന്ത്രിച്ച ആളാണ് ഉക്കാസ. ബംഗളൂരു, രാമേശ്വരം കഫേ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ സ്ഫോടനം നടത്തിയ പ്രതികളെ നിയന്ത്രിച്ചതും ഇയാളായിരുന്നു. അതായത് ഈ സ്ഫോടനങ്ങളുടെ സൂത്രധാരനും ഉക്കാസ തന്നെയായിരുന്നു. ഇന്ത്യയെ ചിതറിക്കാൻ ഉക്കാസയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തുർക്കി, അസർബൈജാൻ, ഇറാൻ, ഇറാഖ് വരെ നീളുന്നതാണ് ഉക്കാസയുടെ ഭീകര ബന്ധങ്ങൾ എന്നാണ് വിവരങ്ങൾ. ഉക്കാസ എന്ന കോഡിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ഷാഹിദ് ഫൈസലിന്റെ വീട് ബംഗളൂരുവിലാണ് എന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഇയാൾ 2012 രാജ്യം വിടുന്നത്. ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ റഡാറിലുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് 28-ാമത്തെ വയസ്സിലായിരുന്നു വിദേശത്തേക്ക് കടന്നത്. പാകിസ്ഥാനിൽ എത്തിയ ഇയാൾ ഭീകര സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിച്ചു. പിന്നീട് കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേര് ഉയർന്നു വന്നിരുന്നു. കോയമ്പത്തൂരിലെ ചാവേറും സ്ഫോടക വസ്തുക്കളുമായി കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ആക്രമണത്തിന് സമാനമായിരുന്നു ഇത്. കോയമ്പത്തൂരിൽ നടന്ന ആക്രമണത്തിൽ ഒരു എഞ്ചിനീയർ ആയിരുന്നു ചാവേറായത്. അതായത് വിദ്യാസമ്പന്നരായ ആൾക്കാരാണ് ഉക്കാസയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്. മുഹമ്മദ് ഷാഹിദ് ഫൈസൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ NIAയുടെ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഉക്കാസ എന്ന കോഡ് പുറത്തു വന്നത്. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് മുഹമ്മദ് ഷാഹിദ് ഫൈസലാണ് ഉക്കാസ എന്ന് NIA കണ്ടെത്തിയത്. സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ അൽഫല സർവകലാശാലയിലെ ഡോക്ടർ മുസമ്മിൽ ഷഹീദ് അഫ്ഗാൻ വഴി തുർക്കിയിൽ എത്തിയത് ഉക്കാസയെ കാണാനായിരുന്നു. മുസമ്മിൽ നിന്നാണ് ഉക്കാസയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയതും ഉക്കാസയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ബോംബ് നിർമ്മിക്കുന്ന 40-ലധികം വീഡിയോകൾ ഉക്കാസ മുസമ്മിലിന് അയച്ചു നൽകിയിരുന്നു. മുസമ്മിലും കൂട്ടാളികളായ ഉമറും മുസാഫറും തങ്ങളുടെ മെഡിക്കൽ പ്രൊഫഷണൽ മറയാക്കി ഹരിയാനയിലെ വാടക കെട്ടിടങ്ങളിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും സംഭരിച്ചു വെച്ചിരുന്നു. എല്ലാം എത്തിയത് ഉക്കാസയുടെ സഹായത്തോടെയാണ്. ഉമർ ഉൾപ്പെടെയുള്ളവർ ആക്രമണങ്ങൾ വേഗത്തിൽ നടപ്പാക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും മുസമ്മിൽ അതിനെ എതിർത്തു. ഉമറിന്റെ തീരുമാനങ്ങൾ അവിവേകവും സംഘത്തെ പിടിക്കുന്നതിലേക്കും നയിക്കുമെന്ന് മനസ്സിലാക്കിയ മുസമ്മിൽ ഒരു പിന്തുണ ശൃംഖല കെട്ടിപ്പടുക്കണമെന്ന നിർബന്ധം പിടിക്കുകയും പദ്ധതികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതോടെ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുടെ നട്ടെല്ലായി മാറി. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ തുടങ്ങി വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ താൻ ബോധപൂർവം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതായി മുസമ്മിൽ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ സമൂഹത്തിൽ സ്വീകാര്യത ഉള്ളവർക്ക് സ്ഥാപനങ്ങളിൽ സംശയം ജനിപ്പിക്കാതെ തന്നെ പ്രവർത്തിക്കാൻ കഴിയും എന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആശയങ്ങൾ പ്രചരിപ്പിക്കാനും റിക്രൂട്ട്മെന്റിനുമായി ഫർസദാനി, ദാറുൽ ഉലൂം ദയൂബന്ദ്, കാഫില, ഇഗുർബ തുടങ്ങി ടെലിഗ്രാം ചാനലുകൾ ഇയാൾ ഉപയോഗിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഡോക്ടർ മൊഡ്യൂളിന് വിദേശത്തു നിന്നും കൃത്യം നടത്തുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്ന മൻസൂർ, ഹാഷിം, ഉക്കാഷ എന്നിവർ സ്ഫോടക വസ്തുക്കളുടെ സംഭരണം, കൈമാറ്റം, ഒളിപ്പിക്കൽ എന്നിവയിൽ മുസമ്മിലിനും സംഘത്തിനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ബുദ്ധിജീവികളായ പുതിയ അംഗങ്ങളാണ് ജിഹാദിന്റെ ഭാവിയെന്ന് ഇവർ മുസമ്മിലിനോട് പറഞ്ഞിരുന്നു. അക്കാദമിക് രംഗത്തെ ഉയർന്ന പദവി ഇന്റേണുകളെയും ജൂനിയർ ഡോക്ടർമാരെയും സ്വാധീനിക്കാൻ മുസമ്മിലിനെ സഹായിച്ചു. അൽഫലാഹിൽ മുസമ്മിലിന്റെ സ്വാധീനം ക്രമേണ വർദ്ധിച്ചു. പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനോ തീവ്രവാദ ചർച്ചാ ഗ്രൂപ്പുകളിൽ അംഗങ്ങളാകുന്നതിനോ ഇയാൾ സഹപ്രവർത്തകരിൽ സജീവമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ആശുപത്രി പരിസരം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി ഇവർ മാറ്റി. ഹരിയാനയിൽ സുരക്ഷിതമായി വാടക വീടുകൾ എടുക്കുന്നതിന് സൗകര്യമൊരുക്കിയതും മുസമ്മിലാണ് എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട ജോലികളുടെ മറവിൽ നടത്തിയ സംസ്ഥാനാന്തര യാത്രകളിൽ വെടിക്കോപ്പുകൾ കടത്തിയതായും സൂചനകളുണ്ട്.
പ്രത്യയശാസ്ത്രപരമായ തീവ്രത, അക്കാദമിക് അധികാരം, പ്രവർത്തനങ്ങളിലെ വൈദഗ്ധ്യം എന്നിവ സംഘത്തിലെ അപകടകാരിയായ അംഗമായി മുസമ്മിലിനെ മാറ്റി എന്നാണ് NIA വെളിപ്പെടുത്തുന്നത്. സ്ഫോടനത്തിൽ ചാവേറായ ഉമർ 2022 തുർക്കിയിൽ വെച്ച് ഒരു സിറിയൻ ഭീകരനെ കണ്ടുമുട്ടിയതായി അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇയാളോടൊപ്പം ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഗനായി, ഡോക്ടർ മുസാഫർ റാത്തർ എന്നിവരും ഉണ്ടായിരുന്നു. സിറിയൻ ഭീകരന്റെ ചങ്ങാതിയായ പാകിസ്ഥാൻ ഭീകരൻ ഉക്കാഷയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മൂവരും കൂടിക്കാഴ്ച നടത്തിയത്. വ്യാഴാഴ്ച NIA ഡോക്ടർ മുസമ്മിലിനെയും മറ്റു 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്നാണ് സ്ഫോടനത്തിന് പിന്നിലെ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് തീവ്രവാദികളായ ഡോക്ടർ ഒമർ, ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ മുസാഫർ എന്നിവർ ഏകദേശം 20 ദിവസത്തോളം തുർക്കിയിൽ താമസിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ താമസിക്കുന്ന ഇവരുടെ പാകിസ്ഥാൻ ഹാൻഡിലറായ ഉക്കാഷയെ കാണാൻ ഇവർ പോയിട്ടുണ്ട് എന്നുള്ള തെളിവുകൾ ഉൾപ്പെടെയാണ് NIAക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ അവർക്ക് ഉക്കാഷയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പകരം ഒരു സിറിയൻ ഭീകരനെ കാണാൻ ഉക്കാഷ ഇവർ മൂവരോടും പറയുകയായിരുന്നു അത്രേ. പദ്ധതി പ്രകാരം ഡോക്ടർമാർ അൽഫല സർവകലാശാലയിൽ ഒത്തുചേർന്നു. മുസാഫർ UAE വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത് അൽഖ്വയ്ദയിൽ ചേർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം തുർക്കി വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നതിന് പകരം ഇന്ത്യയിലേക്ക് മടങ്ങാനും ജയ്ഷയുടെ പ്രധാന ഭീകര പദ്ധതി നടപ്പിലാക്കാനും ഉക്കാഷ ഡോക്ടർ ഒമറിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇന്ത്യയിലേക്ക് മടങ്ങിയ ശേഷം ഡോക്ടർ ഒമർ അൽഫല സർവകലാശാലയിൽ ചേരുകയും വലിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ഡോക്ടർ മൊഡ്യൂൾ രൂപീകരിക്കുകയും ചെയ്തു. അറസ്റ്റിലായ 3 ഡോക്ടർമാരും ഒരു പുരോഹിതനായ മുഫ്തി ഇർഫാൻ അഹമ്മദ് വാഗയും ഡൽഹി ഭീകരാക്രമണത്തിലെ പ്രധാന പങ്കാളികളാണെന്നും ഇന്ത്യയിലുടനീളം ഇവർ സമാനമായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നുവെന്നും NIA ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് പ്ലംബറായിരുന്ന അമീർ റാഷിദ് അലിയെയും മറ്റൊരു പ്രതിയായ ജാസിർ ബിലാൽ വാണിയെയും NIA അറസ്റ്റ് ചെയ്തിരുന്നു. ഡൽഹി സ്ഫോടനങ്ങളിൽ ഉപയോഗിച്ച വാഹനം വാങ്ങാൻ അമീറാണ് സഹായിച്ചത്. ചെങ്കോട്ടയിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കർണാടക വരെയുള്ള വേരുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഉക്കാഷയുടെ വേരുകൾ ഉള്ളത് കർണാടകയിലാണ്. കർണാടക, കേരളം, തമിഴ്നാട് ഒക്കെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതി നടന്നിട്ടുണ്ട്. ഇതിനു മുൻപും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ NIA പുറത്തുവിട്ടതാണ്. കോയമ്പത്തൂരിൽ ഭീകരരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി NIA വ്യാപക തെരച്ചിലുകളാണ് കഴിഞ്ഞ വർഷങ്ങളിലും അതിനു മുൻപിലത്തെ വർഷങ്ങളിലും ഒക്കെ നടത്തിയിട്ടുള്ളത്. ജമ്മുകശ്മീരിലും ഹരിയാനയിലും ഡൽഹിയിലും മാത്രമല്ല, പാകിസ്ഥാനിലും തുർക്കിയിലും ഈ ആക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന 1-ലധികം ഭീകര സംഘടനകൾക്ക് ചെങ്കോട്ട ആക്രമണവുമായി ബന്ധമുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ. ഡൽഹി ആക്രമണത്തിൽ പങ്കാളികളായവരിലേറെയും കശ്മീർ സ്വദേശികളാണ്. അതായത് ഭീകരവാദത്തിന്റെ വേരുകൾ ഇവിടെ നിന്ന് അറ്റുപോയിട്ടില്ല എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഭരണമാറ്റത്തെ തുടർന്ന് കശ്മീരിൽ സംജാതമായ രാഷ്ട്രീയ സാഹചര്യം ഭീകരവാദികൾക്ക് അനുകൂലമായിരിക്കുന്നു. ഇക്കൂട്ടർക്ക് രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നു പോലും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. വലിയ ഫണ്ടിംഗ് ആണ് നടക്കുന്നത്. ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് ഇത്. പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസ് നടത്തുന്നത് പോലെയുള്ള വ്യാപകമായ ആക്രമണങ്ങളാണ് ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭീകര കൂട്ടങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടിയാണ് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതും. ഇത് കണ്ടെടുക്കാൻ കഴിഞ്ഞതും ഭീകര സംഘത്തിൽപ്പെട്ട ചിലരെ പിടികൂടിയതുമാണ് ആസൂത്രണം ചെയ്തതുപോലെയുള്ള ആക്രമണം നടത്താൻ ഈ ഭീകരർക്ക് കഴിയാതെ പോയത്. ഏറെ നിരപരാധികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എങ്കിലും മുൻകൂട്ടി ഈ ആക്രമണം ചെറുക്കാൻ കഴിഞ്ഞത് അന്വേഷണ ഏജൻസികളുടെ വലിയ വിജയമാണ്. അല്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തമായിരുന്നേനെ ഇന്ത്യയിൽ നടക്കുക. ഇസ്ലാമിക ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതികളാണ് അൽഫല സർവകലാശാലയിൽ നടന്നുകൊണ്ടിരുന്നത്. സ്ഫോടനത്തെ തുടർന്ന് ഭീകരരുമായി തങ്ങൾക്ക് ഡോക്ടർമാർ എന്ന നിലയിലുള്ള ഔദ്യോഗിക ബന്ധം മാത്രമാണ് ഉള്ളതെന്ന് സർവകലാശാല അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതായത് അൽഫല ആശുപത്രിയുടെ, അതായത് സർവകലാശാലയുടെ ചെയർമാനെ ഉൾപ്പെടെയാണ് ക്രമക്കേടുകൾ നടത്തിയതിന് ED തൂക്കിയിരിക്കുന്നത്. ഇസ്ലാമിക മതമൗലികവാദത്തെ പാലൂട്ടി വളർത്തുന്ന പല കാര്യങ്ങളുമാണ് ഈ സർവകലാശാലയിൽ നടന്നിരുന്നത്. ഡോക്ടർ ഉമറും മുസമ്മിലുമൊക്കെ 3 പാസ്പോർട്ടുകൾ കൈവശമുള്ളവരാണ്. ഇവർ പലതവണയാണ് പാകിസ്ഥാനും തുർക്കിയുമൊക്കെ സന്ദർശിച്ചിരിക്കുന്നത്. ആതുര സേവനം നടത്തേണ്ട ഡോക്ടർമാരാണ് ജീവൻ എടുക്കുന്നതിന് തുനിഞ്ഞിറങ്ങിയത്. നമുക്ക് ചുറ്റും മാന്യതയുടെ മുഖംമൂടി ധരിച്ചു നടക്കുന്ന പലരും മനസ്സുകൊണ്ട് ഭീകരവാദികളാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്.
ഇന്ത്യക്കകത്തും പുറത്തും നടക്കുന്ന പല ഭീകരാക്രമണങ്ങളുടെയും കേരള ബന്ധം ഇതിനു മുൻപും ചർച്ചയായിട്ടുള്ളതാണ്. അൽഫല സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളത്തിൽ പല ജില്ലകളിലായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരവും ദേശീയ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്രസകളും ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് വിവരങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള സംഘടനകളുടെ സജീവ സാന്നിധ്യവും കേരളത്തിൽ അധികാരം കൈയാളുന്നവർ ഇവരോട് കാണിക്കുന്ന മൃദു സമീപനവും അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതാണ്. ഇനിയെങ്കിലും ഭരിക്കുന്ന സർക്കാരുകൾ ആരെയും പ്രീണിപ്പിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിപത്തുകൾ തലപൊക്കും. ഡൽഹി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും വലിയ ജാഗ്രതയാണ് പുലർത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉക്കാഷയെ തൂക്കിയിരിക്കുകയാണ്. അയാളിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.